والله فضل بعضكم على بعض في الرزق فما الذين فضلوا براد رزقهم على ما ملكت أيمانهم فهم فيه سواء أفبنعمة الله يجحدون. ഇനിയും നോക്കുക, അല്ലാഹു നിങ്ങളിൽ ചിലർക്ക് ചിലരേക്കാൾ മികച്ച വിഭവങ്ങൾ നൽകി. മികച്ച വിഭവം ലഭിച്ചവർ അത് സ്വന്തം ഭൃത്യജനങ്ങൾക്ക് ഇരുകൂട്ടരും അതിൽ തുല്യ പങ്കാളികളാകുന്നതിനു വേണ്ടി വീതിച്ചു കൊടുക്കുന്നില്ലല്ലോ. അപ്പോൾ അല്ലാഹുവിന്റെ അനുഗ്രഹം അംഗീകരിക്കാൻ ഈ ജനം വിസമ്മതിക്കുന്നുവെന്നോ? ഖുർആനിക സൂക്തങ്ങളെ മുമ്പും ശേഷവുമുള്ള ബന്ധങ്ങളിൽ നിന്ന് അടർത്തി ഒറ്റയൊറ്റ ആയത്തുകൾക്ക് വെവ്വേറെ അർത്ഥകൽപ്പന നടത്തുന്നവരുണ്ട്. നിരർത്ഥമായ എന്തെല്ലാം വ്യാഖ്യാനങ്ങൾക്കാണത് പഴുതുവെച്ചു കൊടുക്കുക എന്ന് കാണിക്കാൻ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇന്ന് ഈ ആയത്തിന് നൽകപ്പെടുന്ന വിസ്മയകരമായ അർത്ഥം. ജനങ്ങൾ ഈ സൂക്തത്തെ ഇസ്ലാമിക സാമ്പത്തിക സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനവും സാമ്പത്തിക വ്യവസ്ഥയുടെ ഒരു പ്രധാന ഖണ്ഡികയുമാക്കി വെച്ചിരിക്കുന്നു. അവരുടെ ദൃഷ്ടിയിൽ ആയത്തിന്റെ താൽപര്യം ഇതാണ്: അല്ലാഹു ആർക്കെങ്കിലും ആഹാരക്കാര്യത്തിൽ കൂടുതൽ അനുഗ്രഹം നൽകിയിട്ടുണ്ടെന്ന് കരുതുക. എങ്കിൽ അവർ തങ്ങൾക്ക് ലഭിച്ചത് തങ്ങളുടെ ഭൃത്യന്മാർക്കും അടിമകൾക്കുമിടയിൽ നിർബന്ധമായും വീതിച്ചിരിക്കണം. അങ്ങനെ വീതിക്കുന്നില്ലെങ്കിൽ അവർ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളെ നിഷേധിക്കുന്നവരായി ഗണിക്കപ്പെടും. എന്നാൽ ഈ വിവരണ ശൃംഖലയിൽ ഒരിടത്തും ഇസ്ലാമിന്റെ സാമ്പത്തിക വ്യവസ്ഥയെക്കുറിച്ച് വിശദീകരിക്കാൻ സന്ദർഭം തന്നെയില്ലെന്നതാണ് വാസ്തവം. ഈ പ്രഭാഷണം അത്രയും ഷിർക്കിന്റെ ഉന്മൂലനത്തിലും തൗഹീദിന്റെ സംസ്ഥാപനത്തിലുമാണ് നടന്നത്. ഇനി അങ്ങോട്ട് തുടർന്നു പറയുന്നതും ഇതേ വിഷയം തന്നെ. ഈ പ്രഭാഷണത്തിനിടയിൽ പൊടുന്നനെ സാമ്പത്തിക വ്യവസ്ഥയുടെ ഒരു ഖണ്ഡിക വിവരിക്കാൻ മാത്രം എന്താണതിന് ഒരടിയന്തര സ്വഭാവമുള്ളത്? ഈ സൂക്തത്തെ അതിന്റെ മുമ്പും ശേഷവുമുള്ള ബന്ധങ്ങളോടുകൂടി വീക്ഷിച്ചു നോക്കൂ. ഈ പറഞ്ഞതിന് തികച്ചും വിരുദ്ധമായ രൂപത്തിലാണിവിടെ കാര്യങ്ങൾ വിവരിച്ചിരിക്കുന്നതെന്ന് അപ്പോൾ മനസ്സിലാകും. ഇവിടെ സ്ഥാപിക്കുന്നത് ഇതാണ്: അല്ലാഹുവാണ് നിങ്ങൾക്ക് സമ്പത്ത് നൽകിയത്. എന്നിട്ടും നിങ്ങളുടെ ഭൃത്യന്മാർക്കും അടിമകൾക്കും നിങ്ങളോട് തുല്യമായ പദവി നൽകാൻ നിങ്ങൾ തയ്യാറല്ല. എന്നിരിക്കെ അല്ലാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹത്തിന് അവനോട് നന്ദി കാണിക്കുമ്പോൾ അതിൽ അവന്റെ അസ്വതന്ത്രരായ അടിമകളെ കൂടി പങ്കുചേർക്കണമെന്ന് പറയുന്നതിന്റെ ന്യായമെന്താണ്? മാത്രമല്ല, അധികാരാവകാശങ്ങളിൽ ഈ അടിമകൾക്കും അവനോട് തുല്യ പങ്കുണ്ടെന്ന് വിശ്വസിക്കാൻ നിങ്ങൾക്കെങ്ങനെ കഴിയുന്നു? والله جعل لكم من أنفسكم أزواجا وجعل لكم من أزواجكم بنين وحفدة ورزقكم من الطيبات أفبالباطل يؤمنون وبنعمة الله هم يكفرون. നിങ്ങൾക്ക് നിങ്ങളുടെ വർഗത്തിൽ നിന്നു തന്നെ ഇണകളെ ഉണ്ടാക്കിത്തന്നവൻ അല്ലാഹുവാകുന്നു. ആ ഇണകളിലൂടെ പുത്രപൗത്രന്മാരെ പ്രദാനം ചെയ്തതും ആഹരിക്കാൻ ഉത്തമ ഭോജ്യങ്ങൾ നൽകിയതും അവൻ തന്നെ. ഇതൊക്കെയും അറിഞ്ഞുകൊണ്ട് തന്നെ മനുഷ്യൻ മിഥ്യയിൽ വിശ്വസിക്കുകയും അല്ലാഹുവിന്റെ ഔദാര്യങ്ങളെ നിഷേധിക്കുകയും ചെയ്യുന്നുവോ? മിഥ്യയിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ താൽപര്യം ഇതാണ്: ഭാഗ്യവും ഭാഗ്യദോഷവും വരുത്തിവെക്കുക, ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കുക, പ്രാർത്ഥന കേൾക്കുക, സന്താനങ്ങൾ നൽകുക, ജോലി ലഭിക്കുമാറാക്കുക, കേസിൽ വിജയിപ്പിക്കുക, രോഗങ്ങളിൽ നിന്ന് രക്ഷിക്കുക തുടങ്ങിയവയെല്ലാം ദേവീദേവന്മാരുടെയും ജിന്നുകളുടെയും മരിച്ചുപോയ മഹാന്മാരുടെയും അധികാരത്തിൽപ്പെട്ടതാണെന്ന അടിസ്ഥാനരഹിതമായ വിശ്വാസങ്ങൾ ഇവർ വെച്ചു പുലർത്തുന്നു. അനുഗ്രഹങ്ങളെല്ലാം അല്ലാഹു നൽകിയതാണെന്ന കാര്യം മക്കയിലെ മുശ്രിക്കുകൾ നിഷേധിച്ചിരുന്നില്ല. ഈ അനുഗ്രഹങ്ങളുടെ പേരിൽ അല്ലാഹുവോട് നന്ദി കാണിക്കേണ്ടതുണ്ടെന്ന വസ്തുതയും അവർ നിരാകരിച്ചിരുന്നില്ല. മറിച്ച് ഈ അനുഗ്രഹങ്ങൾ നൽകുന്നതിൽ സ്വാധീനം ചെലുത്തുന്നവരും പങ്കുകാരുമായി കൽപ്പിച്ചു വച്ചിരിക്കുന്ന മറ്റു ചില ശക്തികളോടും അവർ നന്ദി കാണിച്ചിരുന്നുവെന്നതാണ് തെറ്റ്. ഇതേ കാര്യത്തെയാണ് ഖുർആൻ അല്ലാഹുവിന്റെ ഔദാര്യങ്ങളുടെ നിഷേധമായി വിലയിരുത്തിയിരിക്കുന്നത്. അനുഗ്രഹം ചെയ്തവനോട് കാണിക്കേണ്ട നന്ദി അനുഗ്രഹം ചെയ്യാത്തവനോട് കാണിക്കുന്നത് അനുഗ്രഹദാതാവിന്റെ അനുഗ്രഹത്തെ തന്നെ നിഷേധിക്കലാണ്.
ഇത് ഒരു പൊതു തത്വമെന്ന നിലയിലാണ് ഖുർആൻ അവതരിപ്പിച്ചിരിക്കുന്നത്. അതേപോലെ അനുഗ്രഹദാതാവിനെക്കുറിച്ച് അവൻ സ്വന്തം നിലയിൽ തന്റെ ഔദാര്യം കൊണ്ട് നൽകിയതല്ല ഈ അനുഗ്രഹമെന്ന് വിശ്വസിക്കുന്നതും അള്ളാഹുവിന്റെ അനുഗ്രഹം നിഷേധിക്കലാണ്. ഇതും ഒരു തത്വമെന്ന നിലയിൽ തന്നെയാണ് ഖുർആൻ വിവരിച്ചിട്ടുള്ളത്. ഈ രണ്ട് തത്വങ്ങളും തികച്ചും നീതിയുക്തവും സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്നതുമാണ്. ഓരോ വ്യക്തിക്കും സ്വയം ചിന്തിച്ചാൽ തന്നെ അതിന്റെ യുക്തി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. സങ്കൽപ്പിച്ചു നോക്കുക, നിങ്ങൾ ഒരു ദരിദ്രനോട് കരുണ തോന്നി അയാൾക്ക് വല്ല സഹായവും ചെയ്യുന്നു. അയാൾ ഉടനെ തന്നെ എഴുന്നേറ്റ് ഈ സഹായത്തിൽ ഒരു പങ്കുമില്ലാത്ത മറ്റൊരാളോട് നിങ്ങളുടെ മുമ്പിൽ വെച്ചു തന്നെ നന്ദി കാണിക്കുന്നു. നിങ്ങളൊരു പക്ഷേ വിശാല മനസ്കതയുടെ അടിസ്ഥാനത്തിൽ അയാളുടെ ഈ അറിവില്ലായ്മ കണ്ടില്ലെന്ന് വെക്കുകയും വീണ്ടും ഔദാര്യം തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്തേക്കും. പക്ഷേ മനസ്സിൽ തീർച്ചയായും അയാൾ ഒരു അവിവേകിയാണെന്നും നന്ദി കെട്ടവനാണെന്നും കരുതി വയ്ക്കാതിരിക്കുകയില്ല. وَيَعْبُدُونَ مِن دُونِ اللَّهِ مَا لَا يَمْلِكُ لَهُمْ رِزْقًا مِّنَ السَّمَاوَاتِ وَالْأَرْضِ شَيْئًا وَلَا يَسْتَطِيعُونَ. വാനലോകത്തു നിന്നും ഭൂമിയിൽ നിന്നും ഇവർക്ക് യാതൊരന്നവും നൽകാത്തവരും നൽകാൻ കഴിയാത്തവരുമായ സൃഷ്ടികൾക്കാണ് ഇവർ അല്ലാഹുവിനെ വെടിഞ്ഞ് ഇബാദത്ത് ചെയ്യുന്നത്. فَلَا تَضْرِبُوا لِلَّهِ الْأَمْثَالَ إِنَّ اللَّهَ يَعْلَمُ وَأَنْتُمْ لَا تَعْلَمُونَ. ആകയാൽ അല്ലാഹുവിന് ഉദാഹരണങ്ങൾ ചമയ്ക്കാതിരിക്കുവിൻ. അല്ലാഹു അറിയുന്നു, നിങ്ങളോ അറിയുന്നില്ല. അല്ലാഹുവിന് നിങ്ങൾ ഉദാഹരണങ്ങൾ ചമയ്ക്കരുത്. അതായത് അല്ലാഹുവെ ഭൂമിയിലെ രാജാക്കന്മാരോടോ ചക്രവർത്തിമാരോടോ തുലനം ചെയ്യരുത്. കാരണം ഈ രാജാക്കന്മാരുടെ ഏതെങ്കിലും കൂട്ടുകാരോ സമീപസ്ഥരായ ഉദ്യോഗസ്ഥരോ മുഖേനയല്ലാതെ ഏതെങ്കിലും അപേക്ഷകൾ അവരിലേക്ക് എത്തിക്കാൻ സാധ്യമല്ല. അതേപോലെ അല്ലാഹു തന്റെ കൊട്ടാരത്തിൽ മലക്കുകളുടെയും വലിയുകളുടെയും അതുപോലെയുള്ള പാർശ്വവർത്തികളുടെയും മധ്യത്തിലിരിക്കുകയാണ്. അവർ മുഖേനയല്ലാതെ അവിടെ നിന്ന് ആർക്കും ഒരു കാര്യവും സാധിക്കുകയില്ല എന്നൊക്കെ നിങ്ങൾ ധരിച്ചു പോവും. ضرب الله مثلا عبدا مملوكا لا يقدر على شيء ومن رزقناه منا رزقا حسنا فهو ينفق منه سرا وجهرا هل يستوون الحمد لله بل أكثرهم لا يعلمون. അല്ലാഹു ഉദാഹരിക്കുന്നു, മറ്റൊരുവന്റെ ഉടമസ്ഥതയിലായ ഒരടിമ, അവന് സ്വന്തമായി ഒരു അധികാരവുമില്ല. നമ്മിൽ നിന്ന് ഉത്കൃഷ്ട വിഭവങ്ങൾ പ്രദാനം ചെയ്തിട്ടുള്ള വേറെയൊരുവൻ, അവൻ അതിൽ നിന്ന് പരോക്ഷമായും പരസ്യമായും ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നു. പറയൂ, ഈ രണ്ടുപേരും തുല്യരാണോ? അല്ലാഹുവിന് സ്തുതി. പക്ഷേ ലളിതമായ ഈ സംഗതി അധികം ആളുകളും അറിയുന്നില്ല. അതായത് ഉപമയിലൂടെ തന്നെ കാര്യങ്ങൾ ഗ്രഹിക്കണമെങ്കിൽ അല്ലാഹു ശരിയായ ഉപമയിലൂടെ യാഥാർത്ഥ്യം വ്യക്തമാക്കി തരുന്നുണ്ട്. നിങ്ങൾ പറയുന്ന ഉപമകൾ തികച്ചും അബദ്ധങ്ങളാണ്. അതിന്റെ ഫലമായി തെറ്റായ നിഗമനങ്ങളിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് നിങ്ങൾ. ഈ രണ്ടുപേർ തുല്യരാണോ എന്ന ചോദ്യത്തിന്റെയും അൽഹംദുലില്ലാഹ് എന്നതിന്റെയും ഇടയിൽ സൂക്ഷ്മമായ ഒരു വിടവുണ്ട്. ആ വിടവ് പൂർത്തിയാക്കാൻ അൽഹംദുലില്ലാഹ് എന്ന പദത്തിൽ തന്നെ മതിയായ സൂചനയുണ്ട്. നബി തിരുമേനിയുടെ നാവിൽ നിന്ന് ഈ ചോദ്യം കേട്ടിട്ട് ഇരു കൂട്ടരും തുല്യമാണെന്ന് മുശ്രിക്കുകൾ ഉത്തരം പറയുക അസംഭവ്യമാണെന്ന് വ്യക്തം. യഥാർത്ഥത്തിൽ ആ രണ്ടു കൂട്ടരും ഒരുപോലെയല്ലെന്ന് ആരും സമ്മതിക്കാതിരിക്കില്ല. പക്ഷേ അത് സമ്മതിച്ചാൽ അതിന്റെ ഫലമായി വന്നു ചേരുന്ന ധ്വനിയും സമ്മതിക്കേണ്ടി വരുമെന്നും അത് ശിർക്കിന്റെ നിഷേധമായി തീരുമെന്നും ഭയപ്പെടുന്നതുകൊണ്ട് ചിലർ വ്യക്തമായി സമ്മതിക്കാതെ മൗനം പാലിച്ചേക്കാം. അതിനാൽ ഈ രണ്ടു കൂട്ടരുടെയും മറുപടി കണക്കിലെടുത്തുകൊണ്ടാണ് നബി തിരുമേനി അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞത്. തുറന്നു സമ്മതിക്കുന്നവരുടെ സമ്മതത്തിന്റെ പേരിൽ അല്ലാഹുവിന് സ്തുതി, മൗനികളുടെ മൗനത്തിന്റെ പേരിലും അല്ലാഹുവിന് സ്തുതി. ആദ്യത്തെ രൂപത്തിൽ അതിന്റെ അർത്ഥമിതാണ്: അല്ലാഹുവിന് സ്തുതി, നിങ്ങൾ ഇത്രയും കാര്യങ്ങളെങ്കിലും മനസ്സിലാക്കിയല്ലോ.
രണ്ടാമത്തെ രൂപത്തിൽ അതിന്റെ അർത്ഥം ഇങ്ങനെയാണ്: നിങ്ങൾ നിശബ്ദരായല്ലോ, അല്ലാഹുവിന് സ്തുതി. എല്ലാ അനീതികളോടുമൊപ്പം ഈ രണ്ടു വിഭാഗവും ഒരുപോലെയാണെന്ന് പറയാനുള്ള ധൈര്യം നിങ്ങൾക്കുമില്ല. അധികം ആളുകളും ഈ സംഗതി അറിയുന്നില്ല എന്ന് പറഞ്ഞതിന്റെ താൽപര്യം ഇതാണ്: മനുഷ്യർക്കിടയിൽ അധികാരമുള്ളവരും ഇല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം അവർ വ്യക്തമായി മനസ്സിലാക്കുന്നുണ്ട്. ഈ വ്യത്യാസം പരിഗണിച്ച് ഓരോരുത്തരോടും വ്യത്യസ്ത രൂപങ്ങളിൽ പെരുമാറുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ടും സൃഷ്ടിയും സ്രഷ്ടാവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാത്ത മൂഢന്മാരും വിഡ്ഢികളുമായിരിക്കുകയാണവർ. സ്രഷ്ടാവിന്റെ അസ്തിത്വത്തിൽ, ഗുണവിശേഷങ്ങളിൽ, അധികാരാവകാശങ്ങളിൽ എല്ലാം ആ സൃഷ്ടികൾക്കും പങ്കുണ്ടെന്നാണ് അവർ ധരിച്ചിരിക്കുന്നത്. സ്രഷ്ടാവിനോട് മാത്രം അനുവർത്തിക്കാവുന്ന നിലപാട് ഏതാണോ അതുതന്നെയാണ് സൃഷ്ടികളോടും അവർ അനുവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കാര്യകാരണ ലോകത്ത് വല്ല കാര്യവും ചോദിക്കണമെങ്കിൽ അതവർ വീട്ടിലെ നാഥനോടാണ് ചോദിക്കുന്നത്, വീട്ടിലെ ഭൃത്യനോടല്ല. പക്ഷേ അനുഗ്രഹങ്ങളുടെ ഉറവിടത്തോട് വല്ലതും ചോദിക്കണമെങ്കിൽ പ്രപഞ്ചത്തിന്റെ നാഥനെ വിട്ട് അവന്റെ അടിമകളുടെ മുമ്പിലാണ് അവർ കൈമലർത്തുന്നത്. وضرب الله مثلا الرجلين أحدهما أبكم لا يقدر على شيء وهو كل على مولاه أينما يوجهه لا يأت بخير هل يستوي هو ومن يأمر بالعدل وهو على صراط مستقيم. അല്ലാഹു മറ്റൊരു ഉദാഹരണം കൂടി നൽകുന്നു. രണ്ടു മനുഷ്യർ, ഒരുവൻ ഊമയാണ്, ഒന്നിനും കൊള്ളാത്തവൻ. അവൻ യജമാനന് ഒരു ഭാരമാണ്. അയാൾ അവനെ എങ്ങോട്ട് തിരിച്ചാലും ഒരു ഗുണവുമുണ്ടാകുന്നില്ല. പറയൂ, ഇങ്ങനെയുള്ളവൻ നീതി കൽപ്പിക്കുകയും സന്മാർഗത്തിൽ ചരിക്കുകയും ചെയ്യുന്ന രണ്ടാമന് തുല്യനാണോ? ആദ്യത്തെ ഉദാഹരണത്തിൽ അല്ലാഹുവും കൃത്രിമ ദൈവങ്ങളും തമ്മിലുള്ള വ്യത്യാസം അധികാരമുള്ളവനും ഇല്ലാത്തവനും എന്ന അടിസ്ഥാനത്തിലാണ് വിവരിച്ചിരുന്നത്. ഈ ഉദാഹരണത്തിൽ അതേ വ്യത്യാസം കൂടുതൽ തുറന്ന നിലയിൽ ഗുണവിശേഷങ്ങളുടെ അടിസ്ഥാനത്തിൽ വിവരിച്ചിരിക്കുകയാണ്. താൽപര്യമിതാണ്: അല്ലാഹുവും ഈ കൃത്രിമ ദൈവങ്ങളും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് അധികാരമുള്ള രാജാവും മറ്റൊന്ന് അധികാരമില്ലാത്ത അടിമയും ആണെന്നുള്ളത് മാത്രമല്ല, അതിൽ കൂടുതലായി ഇത്രയും കൂടി വ്യത്യാസമുണ്ട്. ഈ അടിമ നിങ്ങളുടെ വിളി കേൾക്കുകയില്ല, അതിന് മറുപടി തരാൻ കേൾപ്പുള്ളവനല്ല, ഒരു പ്രവൃത്തിയും സ്വന്തം നിലയിൽ ചെയ്യാൻ കഴിവുള്ളവനല്ല. അടിമയുടെ ജീവിതത്തിന്റെ മുഴുവൻ കാര്യങ്ങളും തന്റെ യജമാനന്റെ അസ്തിത്വത്തോടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. യജമാനൻ അവനെ ഒരു കാര്യത്തിൽ നിയോഗിച്ചാൽ അതിനപ്പുറം ഒന്നും ചെയ്യാൻ അവന് സാധ്യമല്ല. എന്നാൽ അവന്റെ യജമാനന്റെ അവസ്ഥ ഇതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. അവൻ സംസാരിക്കുന്നവൻ മാത്രമല്ല, യുക്തിപൂർവം സംസാരിക്കുന്നവനാണ്. ലോകത്ത് നീതി കൽപ്പിക്കുന്നവനാണ്. അവൻ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നവൻ മാത്രമല്ല, സത്യത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവനുമാണ്. അവൻ ചെയ്യുന്നതെന്തും ഏറ്റവും ശരിയായ രൂപത്തിൽ മാത്രമായിരിക്കും. പറയൂ, ഇങ്ങനെയുള്ള യജമാനനും അടിമയും ഒരുപോലെയാണെന്ന് പറയുന്നതിനേക്കാൾ വലിയ അജ്ഞത എന്താണ്? وَلِلَّهِ غَيْبُ السَّمَاوَاتِ وَالْأَرْضِ وَمَا أَمْرُ السَّاعَةِ إِلَّا كَلَمْحِ الْبَصَرِ أَوْ هُوَ أَقْرَبُ إِنَّ اللَّهَ عَلَى كُلِّ شَيْءٍ قَدِيرٌ. ആകാശഭൂമികളിൽ ഒളിഞ്ഞിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളുടെ ജ്ഞാനം അല്ലാഹുവിന് മാത്രമുള്ളതാകുന്നു. പുനരുത്ഥാനം നിലവിൽ വരുത്തുന്നതിന് ഏറെ സമയമൊന്നും ആവശ്യമില്ല. കണ്ണടച്ചു മിഴിക്കുന്ന സമയമേ വേണ്ടൂ. അല്ല, അതിലും കുറച്ചു മതി. അല്ലാഹു എന്തും ചെയ്യാൻ കഴിവുള്ളവനാകുന്നു എന്നതത്രേ യാഥാർത്ഥ്യം. ആകാശഭൂമികളിൽ ഒളിഞ്ഞിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളുടെ ജ്ഞാനം അല്ലാഹുവിന് മാത്രമുള്ളതാണെന്നത് ഒരനിഷേധ്യ യാഥാർത്ഥ്യമാണ്. ഇതൊരു മറുപടിയാണെന്ന് ശേഷമുള്ള ആയത്തിൽ നിന്ന് മനസ്സിലാവുന്നതാണ്. മക്കയിലെ അവിശ്വാസികൾ പലപ്പോഴും നബി തിരുമേനിയോട് ചോദിച്ചിരുന്നു, നീ പറയുന്ന ആ അന്ത്യദിനമുണ്ടല്ലോ, അത് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതാണെങ്കിൽ എന്നാണതുണ്ടാവുക? ഇവിടെ ചോദ്യമുന്നയിക്കാതെ മറുപടി പറഞ്ഞിരിക്കുകയാണ്. ഖിയാമത്ത് പടിപടിയായി ദീർഘകാലം കൊണ്ട് സംഭവിക്കുന്നതല്ല. അത് വരുന്നതിനു മുമ്പ് അതിന്റെ ആഗമനം ദൂരെ നിന്ന് കണ്ടു നേരിടാൻ തയ്യാറെടുക്കാനും നിങ്ങൾക്ക് സാധ്യമല്ല. അത് ഒരു ദിവസം പൊടുന്നനെ ഞൊടിയിടയ്ക്കുള്ളിൽ, അല്ല
അതിനേക്കാൾ വേഗത്തിലായിരിക്കും സംഭവിച്ചേക്കുക. അതിനാൽ അതേപ്പറ്റി വല്ലതും ചിന്തിക്കുന്നുവെങ്കിൽ കാര്യഗൗരവത്തോടുകൂടി ചിന്തിച്ചുകൊള്ളുക. പ്രവർത്തന മാർഗങ്ങളെക്കുറിച്ച് വല്ല തീരുമാനവും എടുക്കണമെങ്കിൽ വേഗത്തിലെടുത്തുകൊള്ളുക. ഖിയാമത്ത് ഇനിയും വളരെ അകലെയാണ്. അത് വന്നു തുടങ്ങുമ്പോൾ അള്ളാഹുവോട് നല്ല നിലയിൽ വർത്തിക്കാം എന്ന് കരുതി ആരും കുത്തിയിരിക്കേണ്ടതില്ല. തൗഹീദിനെക്കുറിച്ചുള്ള പ്രഭാഷണത്തിനിടയിൽ പൊടുന്നനെ ഖിയാമത്തിനെക്കുറിച്ച് പരാമർശിക്കാൻ കാരണം ഇതാണ്. തൗഹീദോ ഷിർക്കോ, ഏത് വിശ്വാസമാണ് സ്വീകരിക്കേണ്ടതെന്ന ചോദ്യം ഒരു ലഘുവായ ചോദ്യമായി ജനങ്ങൾ കണക്കാക്കേണ്ടതില്ല. അന്തിമ തീരുമാനം ഓർക്കാപ്പുറത്ത് വന്നു ചേരുമെന്ന് അവർ ഗ്രഹിച്ചിരിക്കേണ്ടതുണ്ട്. ആ സമയത്ത് മനുഷ്യന്റെ യഥാർത്ഥ വിജയവും പരാജയവും ഈ വിശ്വാസത്തിന്റെ ശരിയും തെറ്റുമനുസരിച്ച് മാത്രമായിരിക്കും നിർണയിക്കപ്പെടുന്നത്. ഈ കാര്യം ഉണർത്തിയ ശേഷം മുമ്പ് തുടർന്നു വന്ന അതേ പ്രഭാഷണ പരമ്പര തന്നെ പുനരാരംഭിക്കുകയാണ്. വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈഅൻ وجعل لكم السمع والأبصار والأفئدة لعلكم تشكرون. അല്ലാഹു മാതാക്കളുടെ ഉദരങ്ങളിൽ നിന്ന് നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുവന്നു. നിങ്ങൾക്ക് ഒന്നും അറിഞ്ഞുകൂടാത്ത അവസ്ഥയിൽ അവൻ നിങ്ങൾക്ക് കാതുകൾ തന്നു, കണ്ണുകൾ തന്നു, ചിന്താശക്തിയുള്ള മനസ്സുകളും തന്നു, നിങ്ങൾ നന്ദിയുള്ളവരാകാൻ. അള്ളാഹു നിങ്ങൾക്ക് കാതുകളും കണ്ണുകളും ചിന്താശക്തിയുള്ള മനസ്സും നൽകിയിട്ടുണ്ട് എന്നതിന്റെ താൽപര്യം ഇതാണ്. ഭൂമിയിൽ എല്ലാ വിധത്തിലുമുള്ള വിജ്ഞാനം കരസ്ഥമാക്കാനും ഐഹികമായ പ്രവർത്തനങ്ങൾ നടത്താനും നിങ്ങൾ ഉപയോഗിച്ച മാർഗങ്ങളാണവ. ജനന സമയത്ത് മനുഷ്യൻ മറ്റേതൊരു ജീവിയേക്കാളും അശക്തനും അജ്ഞനുമായിരുന്നു. എന്നിട്ട് അള്ളാഹു നൽകിയ വിജ്ഞാനത്തിന്റെ മാർഗങ്ങളായ കേൾവി, കാഴ്ച, ചിന്താശക്തി തുടങ്ങിയവ ഉപയോഗിച്ചുകൊണ്ടാണവൻ ഭൂമിയിലെ മുഴുസൃഷ്ടികളുടെയും മേൽ ആധിപത്യം സ്ഥാപിക്കുന്നിടത്തോളം വളർന്നത്. കണക്കില്ലാത്ത ഈ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തന്ന അള്ളാഹുവിന് നന്ദി ചെയ്യുക. ദൈവം നൽകിയ ഈ കാതുകൾ കൊണ്ട് എല്ലാം കേൾക്കുകയും അള്ളാഹുവിന്റെ കാര്യങ്ങൾ മാത്രം കേൾക്കാതിരിക്കുകയും ചെയ്യുക. ഈ കണ്ണുകൊണ്ട് എല്ലാം കാണുകയും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ ഒന്നുപോലും കാണാതിരിക്കുകയും ചെയ്യുക. ഈ തലച്ചോറുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചിന്തിക്കുകയും തനിക്ക് ഈ അനുഗ്രഹങ്ങളെല്ലാം നൽകിയ ആ ഔദാര്യവാൻ ആരെന്ന് ചിന്തിക്കാതിരിക്കുകയും ചെയ്യുക. ഇതിനേക്കാൾ വലിയ നന്ദികേട് മറ്റെന്താണ്? അലം യറൗ ഇലത്തൈരി മുസഖറാത്തിൻ ഫീ ജൗവിസ് സമാഇ മാ യുംസികുഹുന്ന ഇല്ലല്ലാഹ് ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യുഅ്മിനൂൻ. ഈ ജനം പറവകളെ കണ്ടിട്ടില്ലേ? വിണ്ണിന്റെ വിഹായസിൽ അവ എவ்விധം അധീനപ്പെട്ടിരിക്കുന്നുവെന്ന്. അല്ലാഹുവല്ലാതെ ആരാണവയെ അന്തരീക്ഷത്തിൽ പിടിച്ചു നിർത്തുന്നത്? വിശ്വസിക്കുന്ന ജനത്തിന് അതിൽ ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട്. വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതികും സകനൻ വജഅല ലക്കും മിൻ ജുലൂദിൽ അൻആമി ബുയൂതൻ تستخفونها يوم ظعنكم ويوم إقامتكم ومن أصوافها وأوبارها وأشعارها أثاثا ومتاعا إلى حين. അല്ലാഹു നിങ്ങളുടെ ഭവനങ്ങളെ വിശ്രമ സങ്കേതങ്ങളാക്കിയിരിക്കുന്നു. മൃഗത്തോലുകളാൽ അവൻ ഭവനങ്ങളുണ്ടാക്കിത്തന്നു. സഞ്ചാരനാളിലും താമസിക്കുന്ന നാളിലും അവ നിങ്ങൾക്ക് ലഘുവായി അനുഭവപ്പെടുന്നു. ചെമ്മരിയാടിന്റെയും കോലാടിന്റെയും ഒട്ടകത്തിന്റെയും രോമങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഒരവധി വരെ പ്രയോജനപ്പെടുന്ന ധാരാളം സാധനങ്ങളുണ്ടാക്കി തന്നിരിക്കുന്നു. അറബികൾക്കിടയിൽ പ്രചാരത്തിലുള്ള തുകൽ തമ്പുകളാണ് മൃഗത്തോലുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ അത് എളുപ്പത്തിൽ ചുരുട്ടിയെടുത്തുകൊണ്ടുപോകാൻ സാധിക്കുന്നു. അതുപോലെ ഒരിടത്ത് താമസിക്കുമ്പോൾ പ്രയാസം കൂടാതെ നിവർത്തി തമ്പടിക്കാനും സാധിക്കുന്നു.